ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ HS4 വീഡിയോസ്. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പെഷ്യൽ ഒരു സ്നാക്കാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇതൊന്ന് തിളയ്ക്കുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 പീസ് നൂഡിൽസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. ഇതൊരു 70% കുക്ക് ചെയ്തെടുക്കണം, ഓവറായിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് മാറ്റാണ്. ഇതൊന്ന് വെള്ളമൊന്ന് ഊറ്റിയെടുക്കാണ്. നെക്സ്റ്റ് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കും ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അത്യാവശ്യം ഇതായി ഈ ഒരു ടൈറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. നെക്സ്റ്റ് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബീൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതക്കിയതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും, പിന്നെ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ഇട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലെ നൂഡിൽസിൻ്റെ മസാല തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ബോൾസാക്കി എടുക്കാം. നമുക്ക് നിങ്ങൾക്ക് വലിയതോ ചെറുതോ അങ്ങനെ വേണമെങ്കിൽ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ബോൾസാക്കി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം ബോൾസാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നൂഡിൽസ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യം കാണിച്ച മൈദയിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതിലെ നൂഡിൽസിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ആ ബോൾസ് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരിക. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. നന്നായിട്ട് ചൂടായി വരിക. എന്നിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിത് കുറച്ചേ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടെല്ലാം കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയുന്ന ഒരു അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ റംസാൻ സ്പെഷ്യൽ ഇത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റംസാൻ സ്പെഷ്യലായിട്ട് നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.